വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് DLDൻ്റെ ആണ് നോക്കാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ഫോമിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു എടുത്തിട്ട് ക്രോം എങ്ങാനും എടുത്തിട്ട് education.government.in വന്നിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. ജനറൽ എഡ്യൂക്കേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിലാണ് വരിക. ഇതിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോകുന്ന സമയത്ത് അനൗൺസ്മെൻ്റ് എന്ന് വന്നിട്ട് ഒരു റെഡ് കാണും. അതിലാണ് പുതിയ ടൈപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ സെൽഫ് ഫിനാൻസിൻ്റെ ഒക്കെ എടുക്കുന്നുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പം ഞാൻ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡിൻ്റെയാണ് ചെയ്യുന്നത്. അതിൽ പോയിട്ട് ആ ഡൗൺലോഡ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കേണ്ട. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ തന്നെയാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. അപ്പോൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്താ പറയുക, അതിൽ നിന്ന് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം മാത്രം പ്രിൻ്റ് എടുത്താൽ മതി. ഇത് മുഴുവൻ പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിജ്ഞാപനത്തിൽ നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല, കാരണം ഇത് 18 പേജോ എത്രങ്ങാണ്ടൊക്കെ ഉണ്ടാക്കുക. കൂടി വായിക്കാൻ നിന്നാൽ നമുക്ക് ഇന്ന് ടൈം തികയില്ല. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ വായിച്ച് നോക്കാം. ഞാൻ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് വീഡിയോ റണ്ണാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വായിച്ച് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് വിജ്ഞാപനത്തിൽ വായിച്ച് നോക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയുന്നത് നമ്മുടെ സാമുദായിക സംവരണം, പിന്നെ ജവാന്മാരുടെ മക്കൾ, അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസിലുള്ള മക്കൾ, ഇവർക്കൊക്കെ പ്രത്യേക സംവരണം കിട്ടുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ അവർക്കൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും അപ്ലൈ ചെയ്യാം. പിന്നെ പറയുന്നത് 18 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം, 33 വയസ്സിൽ കൂടാനും പാടില്ല. 17 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം, 33 വയസ്സിൽ കൂടാനും പാടില്ല. പിന്നെ പ്രത്യേക സംവരണം കിട്ടുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ SC ST അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് സംവരണം കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, സ്പോർട്സ് കോട്ടയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അപേക്ഷിക്കേണ്ട വിധം പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് അയക്കേണ്ടത്. തിരുവനന്തപുരത്തേക്കും പിന്നെ എയ്ഡഡ് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ്. പിന്നെ ഇതിൽ അപേക്ഷാ ഫോം വരുന്നുണ്ട്. അപേക്ഷാ ഫോമിൽ നമുക്ക് ഒരു ജില്ലയിലാണ് ഇത് അയക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ലാംഗ്വേജിൻ്റെ പോലെ നമുക്ക് പറ്റത്തില്ല. ഇതൊരു ജില്ലയിൽ, ഏതെങ്കിലും ഒരു ജില്ലയിലാണ് പറ്റത്തുള്ളൂ. അത് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ താഴെ നമ്മുടെ കൊടുത്തിരിക്കുന്ന ഒരു ജില്ല ഉണ്ടാവില്ല. ഇപ്പോൾ തിരുവനന്തപുരം സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ ജില്ലയിൽ എവിടേക്കാണ് നമുക്ക് ഗവൺമെൻറ് ആയിട്ടും അതുപോലെ തന്നെ എയ്ഡഡ് ആയിട്ടും പഠിക്കാൻ പറ്റുന്നത്, മൈനോറിറ്റി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അനുബന്ധം 3ൽ നമുക്ക് അയക്കാനുള്ള അഡ്രസ്സുകളാണ്. ഈ അഡ്രസ്സ് കൊടുത്തേക്കൊക്കെ നമുക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ, ആപ്ലിക്കേഷൻ ഫോം ഒക്കെ വേണ്ടവർ ജസ്റ്റ് പറയുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.